BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് സമീപം ആരോ സ്ഫോടക വസ്തു എറിഞ്ഞു. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു ഈ സംഭവം. ശോഭയുടെ അയൽവാസിയുടെ വീടിനടുത്ത് പൊട്ടിത്തെറി ഉണ്ടായി. സംശയകരമായ രീതിയിലൊരു കാർ കണ്ടതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. തന്നെ ലക്ഷ്യമിട്ടുള്ള ഒരു ആസൂത്രിത നീക്കമാണിതെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ സംശയം. വളരെ ആസൂത്രിതമായിട്ടാണ്. അങ്ങനെ തെറ്റിയിട്ടും അറിയാൻ പാടില്ല. ഇപ്പോൾ വീട്ടിൽ എൻ്റെ കാർ ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കാറ് പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ വെള്ള കാറകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുത്ത ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരു ശക്തി ഉണ്ടാവുമല്ലോ. കാരണം ഈ എറിയണം എന്ന് വിചാരിച്ച ആൾ മാത്രം ആയിരിക്കില്ല ഈ ഗൂഢാലോചനയുടെ പിറകിൽ ആളുകളുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വെള്ള കാറ് വീടിൻ്റെ മുന്നിലുണ്ടെന്നും ആ വെള്ള കാറുള്ള വീട്ടിലേക്ക് എറിയണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അവർ നോക്കുമ്പോൾ വെള്ള കാറ് ഇവിടെ ഇല്ല, നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്നു, വെള്ള കാറ് ഓപ്പോസിറ്റ് വീട്ടിൽ കിടക്കുന്നു. അപ്പോൾ ഇത് എന്തായാലും നല്ല ജോലിക്കല്ലല്ലോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മനസാന്നിധ്യത്തോടു കൂടിയിട്ട് സ്ഫോടനം നടത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടും തമ്മിൽ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസേ ഉള്ളൂ, രണ്ട് വീടിൻ്റെയും എൻട്രൻസ് തമ്മിൽ. വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ശരിയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം? ഒരു ആസൂത്രിത നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? SKN പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഇതൊരു ആസൂത്രിത നീക്കമായി തന്നെയാണ് കണക്കാക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ വീടിന് എതിർവശമുള്ള റോഡിലാണ് ഒരു സ്ഫോടക വസ്തു എറിഞ്ഞ് പിന്നീട് അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ശബ്ദത്തോടു കൂടി ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഈ സമയത്ത് എല്ലാവരും വീടിനകത്തായിരുന്നു. ഈ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടന്നു, അല്ലെങ്കിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു എന്ന വിവരം ഇവർ മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഈ മേഖലയിലെത്തി വിവിധ CCTV ക്യാമറകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് ആരാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ഈ സമയം സംബന്ധിച്ച്, എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും കാര്യമായ തെളിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ശോഭാ സുരേന്ദ്രനും BJPയും ഇത് പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ നീക്കം എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ എതിർവശത്തെ വീടാണ് ശോഭാ സുരേന്ദ്രൻ്റെത്. ആ സമയത്ത് ഈ വീട്ടിൽ ആ കാണുന്ന കാർ ഉണ്ടായിരുന്നില്ല, പകരം എതിർവശത്തെ വീട്ടിലായിരുന്നു ഒരു വെള്ള കാർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാർ അടയാളം പറഞ്ഞു കൊടുത്തായിരിക്കാം ഈ സ്ഫോടക വസ്തുവുമായി എത്തിയ ആളുകൾ എത്തിയിട്ടുണ്ടാവുക. അവർക്ക് വീട് മാറിപ്പോയി, അതേ തുടർന്നാണ് എതിർവശത്തെ വീടിന് മുന്നിലേക്ക് ഈ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞതെന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ ആരോപണമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം അത് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെയും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. മറുതലക്കലിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് വിവിധ ഏജൻസികൾ, അതായത് പ്രത്യേകിച്ച് ബോംബ് സ്ക്വാഡ് അടക്കം ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കും. അല്പസമയത്തിനകം ഈ ഫോറൻസിക് സംഘം അടക്കം ഈ മേഖലയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേസെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല. അടിയന്തരമായി തന്നെ കേസെടുക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ BJPയും ശോഭാ സുരേന്ദ്രനും മുന്നോട്ട് വെക്കുന്നുണ്ട്.